മാതൃകയുള്ള ഉപ്പയും മാതൃകയുള്ള ഉമ്മയുമായി വളർന്നു വരുമ്പോ ആ മക്കൾക്ക് പിന്നെ ഏറ്റവും നല്ല ഖുദുവത്തുൻ ഹസനയാണ് കാണുന്നത്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, അല്ലാഹുവേ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവനായി നീ എന്നെ മാറ്റിത്തരേണമേ എന്ന് വാപ്പ ദുആ ചെയ്യുമ്പോ, ഉമ്മ ദുആ ചെയ്യുമ്പോ എന്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കണം അല്ലാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കി തരേണമേ അല്ലാഹ്. അസ്മാ ബീവിയെയും ആയിഷ ബീവിയെയും കണ്ട് വളർന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹ രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചപ്പോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ആയത്താണത്. ഫമന്നല്ലാഹു അലൈനാ, സിറാത്ത് പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസികൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഗുണം ചെയ്തുവല്ലോ റബ്ബേ. ഫമന്നല്ലാഹു അലൈനാ ഫവഖാനാ അദാബസ് സമൂം, നരകത്തിന്റെ കത്തിയാളുന്ന ശിക്ഷകൾ ഏൽക്കാതെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. അസ്മാ ബീവി ഓർക്കുകയാണ്, എനിക്കത് പറയാൻ കഴിയുമോ, എനിക്കത് ചൊല്ലാൻ കഴിയുമോ, എനിക്കത് പറയാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്ന് ചിന്തിച്ച് ആ ഒരായത്ത് ഒരു രാത്രി മുഴുവനും ചൊല്ലി തഹജ്ജുദ് നിസ്കരിച്ച സമയം അസ്മാ റളിയല്ലാഹു അൻഹയുടെ അനുഭവം മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഉമ്മമാരെങ്ങനെയാണ്? നമ്മുടെ ഉമ്മമാരോ മഗ്രിബായ ടിവിന്റെ മുമ്പിലാണ്. എന്താ ചെയ്യാ? മലയാള സിനിമയും സീരിയലൊക്കെ നിർത്തുമ്പോൾ ഹിന്ദിയാണ് ഭയങ്കര ട്രെൻഡ് ആവുന്നുണ്ട് അല്ലേ? ഭാഷ പഠിക്കാനാണല്ലോ ഇപ്പൊ പെണ്ണുങ്ങൾ വീഴും. ആരോടെ ഇപ്പൊ ഭാഷ പറയാ? ബംഗാളികളോടോ? ആരോട് പറയാനവര്? സുബ്ഹാനല്ലാഹ്, ഭാഷ പഠിക്കാനാണ് ഇപ്പൊ ഹിന്ദി സീരിയലൊക്കെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ഹിന്ദി സീരിയലിന് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഏറ്റവും വൾഗറായി വളരെ മോശപ്പെട്ട വസ്ത്രവിധാനവും സംസ്കാരവും പ്രചരിപ്പിക്കുന്നവരാ നമ്മുടെ ബോളിവുഡുകാരൊക്കെ. അതും കൂടെ നമ്മുടെ നാട്ടിലെത്തിയ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? നമ്മളെ ഹോളിവുഡ് കൊല്ലണ തന്നെയാണ്, പക്ഷെ ബോളിവുഡ് അതിലും വലിയ ഡേഞ്ചറാണ്. സുബ്ഹാനല്ലാഹ്, എവിടേക്കാ നമ്മുടെ ഉമ്മത്ത് പോകുന്നത്? നമ്മുടെ ഉമ്മമാർ മഗ്രിബായാൽ നിസ്കാരം വളരെ പെട്ടെന്ന് സലാം വിട്ടിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? ഒരു എപ്പിസോഡ് അങ്ങ് പോയാൽ നഷ്ടാവൂല എന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കണത്. ഉമ്മമാരെ ഒന്ന് അള്ളാഹുവിനെ ഓർത്തോളൂ. ശ്വാസം മുട്ട് വന്നാൽ മനസ്സിലാവും ജീവന്റെ ശ്വാസത്തിന്റെ വില എത്രയാണെന്ന്. ഒരു ശ്വാസം മുട്ട് വന്നാലേ ആ ശ്വാസം വെച്ചിട്ടാണ് നമ്മൾ അനാവശ്യം കണ്ടും കേട്ടും സമയം കളയുന്നത്. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടോ? ഇല്ല. ദുന്യാവിലെ മനസ്സമാധാനം കിട്ടോ? അതും ഇല്ല. പിന്നെ എന്തിനാ നമ്മളത് കൊണ്ടുനടക്കുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ നന്മയാണ് എന്ത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നന്മയാണ് അൻ യദഅ ഫീമാ മാ ലാ യഅനി, ആവശ്യതർക്കുഹു മാ ലാ യഅനി, എനിക്ക് ആവശ്യമില്ലാത്തത് ഞാൻ ഒഴിവാക്കാണ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ട, എനിക്കതുകൊണ്ടൊരു കാര്യമില്ലല്ലോ, എനിക്കത് വേണ്ട എന്ന് പറയുന്നത് ഈമാനിന്റെ അടയാളമാണ്. എത്രയോ ഉമ്മമാർ മഗ്രിബായതിന്റെ ശേഷം വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് ഓതുന്നവരുണ്ട്. മഗ്രിബായാൽ വീടുകളിൽ ദിക്റിന്റെ മുഴക്കമുള്ളവരുണ്ട്. മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുന്നവരുണ്ട്. പരിശുദ്ധ റബീഉൽ അവ്വലാകുമ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഗാനങ്ങൾ, പരിശുദ്ധമായ മൗലിദിന്റെ വാക്കുകൾ, ഹദീസുകൾ, അവിടുത്തെ അബിയാത്തുകളൊക്കെ ചൊല്ലിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. അൽഹംദുലില്ലാഹ്. മക്കളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നവർ. നേരെ മറിച്ചുണ്ട്, അവരൊന്നുകൂടെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ബോധം നൽകട്ടെ. ഉസ്വത്തുൻ ഹസന, നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല മാതൃകയാവുന്നത്. ഒരു ഉമ്മയും ഒരു വാപ്പയും ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് ശണ്ട കൂടരുത്. നമ്മൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാ. ഉമ്മയും വാപ്പയും മക്കളുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യരുത്? തർക്കിക്കരുത്. അനാവശ്യമായ പദപ്രയോഗം നടത്തരുത്. ചീത്ത വിളിക്കരുത്. എന്തേ? ഈ കുട്ടി ഇതാണ് നാളെ വിളിക്കാൻ പോകുന്നത്. ചെറിയ മക്കളൊക്കെ പറയുന്ന വാക്ക് കണ്ടാലേ ഖബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, വല്ലാത്ത വാക്കൊക്കെ ചെറിയ മക്കളുടെ വായിൽ നിന്നൊക്കെ വരുന്ന വാക്കുകൾ. അല്ലാഹ്, എവിടുന്നാ അത് പഠിച്ചത്? ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന്.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ ബിഅഹബ്ബിൽ അസ്മാ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളായിരുന്നു വിളിച്ചിരുന്നത്. ആയിഷ ബീവി വിളിക്കുമായിരുന്നു യാ ഹുമൈറാ, ചെമന്നവളെ, വെളുത്ത നിറമുള്ളവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അറബിയിൽ ബൈള എന്ന് പറഞ്ഞാൽ മറ്റേ സ്കിന്നിന്റെ അസുഖം ഉണ്ടല്ലോ, എന്ത് വെള്ളപ്പാണ്ട് അസുഖം വന്നതിനും ബൈള എന്ന് അറബിയിൽ പറയും. അത് വരാ തോന്നാതിരിക്കാൻ തഫാഉലിനാണ് ഹുമൈറ, ചെമന്നവളെ എന്ന് വിളിക്കുന്നത്. അതിനർത്ഥം വെളുത്ത നിറമുള്ളവളെ എന്നാണ്. അവർ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വാക്കായിരുന്നു അത്. നല്ല വാക്കുകൊണ്ട് വിളിക്കുന്നത്, ഉമ്മയും വാപ്പയും ശണ്ട കൂടാതിരിക്കുന്നത്, മക്കളുടെ മുമ്പിൽ മക്കളെ ശാസിക്കുമ്പോൾ പോലും മുതിർന്ന മോനെ ശാസിക്കുന്നത് അനുജന്റെ മുമ്പിൽ വെച്ചാവാൻ പാടില്ല, ഒറ്റക്കായിരിക്കണം. അനുജന്റെ മുമ്പിൽ ജ്യേഷ്ഠനെ അപമാനിക്കരുത്. ഉമ്മയും വാപ്പി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഉമ്മാക്ക് വാപ്പാക്ക് രണ്ടാൾ ഒരുപോലെ ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ തർബീയത്ത് എന്ന വിഷയം കൂടെ ഉണ്ട്. മക്കളെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ശാസിക്കരുത്. അനുജന് ജ്യേഷ്ഠനോടൊരു ബഹുമാനം വേണം. ആ കാക്കായുടെ കാര്യം അങ്ങനെയല്ലേ, ഉമ്മാന്റെ അടി കിട്ടിയില്ലേ, ഇത് അനുജൻ അറിയണ്ട, അടി കൊടുത്തോളൂ, പക്ഷെ എന്ത് ചെയ്യരുത്, അനുജൻ അറിയാൻ പാടില്ല. അങ്ങനെയാണ്, അപമാനം കൊടുക്കരുത്. മക്കൾ തമ്മിൽ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണേ. മുത്തുനബിയുടെ മുമ്പിൽ വന്ന്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അറാബിയായ മനുഷ്യന്റെ ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട്, ഒരേ പ്രായക്കാരായ കുട്ടികൾ. ആൺകുട്ടി ഓടി വന്ന് ആ ഉപ്പ കുഞ്ഞിനെ വാരിപ്പിണർന്ന് ഉമ്മ വെച്ച് കാലിന്റെ ഒരു തുടയിലിരുത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ മോള് വന്നു. ആ മോളെയും ഉമ്മ വെച്ച് മോളെ തൊട്ടടുത്ത് പായയിൽ തന്നെ തന്റെ അരികത്തിരുത്തിയപ്പോ കണ്ടപ്പോൾ മുത്തുനബി പറഞ്ഞ വാക്കെന്താണ്? മാ അദൽത ലം തഅദിൽ, നിങ്ങൾ നീതി ചെയ്തില്ലല്ലോ, നീതി ചെയ്തില്ലല്ലോ. തങ്ങളോട് ചോദിച്ചു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഞാൻ ഉമ്മ വെച്ചല്ലോ, എന്താ അനീതി ഇവിടെ സംഭവിച്ചത്? പറഞ്ഞു, നിങ്ങളുടെ മോനെ നിങ്ങൾ കാൽ തുടയിൽ ഇരുത്തിയപ്പോ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇരുത്തിയപ്പോ, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞതിന് അർത്ഥമല്ലേ, ശരിക്കും ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നല്ല അതിന്റെ പേര്. ലാപ്ടോപ്പ് നമ്മുടെ മടിയുടെ മേലെ വെക്കുന്നത്, കാലിന്റെ മേലെ വെക്കാൻ പറ്റുന്ന അതിന്റെ അർത്ഥമല്ലേ ലാപ്ടോപ്പ്, അതല്ലേ അതിന്റെ അർത്ഥം, വാക്കർത്ഥം. നിങ്ങളുടെ ലാപ്പിലിരുത്തി, പെൺകുട്ടിയെ പായയിലിരുത്തി. ഇരുത്തുകയാണെങ്കിൽ രണ്ടാളെയും കാലുമേലിരുത്തുക, അല്ലെങ്കിൽ രണ്ടുപേരെയും പായയിലിരുത്തുക എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി. ഉമ്മാരും വാപ്പാരൊക്കെ ഉണ്ടല്ലോ, സ്വത്ത് ഓരിക്കുമ്പോഴേ നമ്മുടെ ഹൈവേന്റെ മുമ്പിലുള്ള 10 സെന്റ് അത് മറ്റോനായിക്കോട്ടെ, പിന്നെ അഞ്ചനോ അത് നമ്മുടെ ചെങ്കള താഴത്തേക്കാണ് പോയിട്ട് അവിടെ ഉണ്ടല്ലോ ആർക്കും വേണ്ടാത്തത്, അത് ഓനെടുക്കുക. ഇവൾക്കോ ഈ ഏറ്റ വ്യത്യാസം ചെയ്യാൻ പാടില്ല. ഉമ്മയും വാപ്പയും ജീവിതകാലത്ത് ചെയ്യരുത്. അത് മക്കൾക്ക് കൊടുക്കുന്ന റോങ് മെസ്സേജാണ്. നിങ്ങൾ ഹദിയ കൊടുക്കുകയാണെങ്കിൽ, ഒരാൾ വന്ന് പറഞ്ഞു നബിയെ എന്റെ മകന് മദീനയിലെ ഇന്ന സ്ഥലം ഞാൻ കൊടുക്കട്ടെയോ? ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ? ഉണ്ട്. അനഹൽത കുല്ലഹും, അവർക്കൊക്കെ നിങ്ങൾ കൊടുത്തോ? ഇല്ല നബിയെ. എന്നാൽ നിങ്ങൾ കൊടുക്കണ്ട, ഒരാൾക്കെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഈ നീതിയുടെ പാഠങ്ങളൊക്കെ ഉമ്മയും വാപ്പയും പഠിച്ചു വെക്കണം. ഹബീബിന്റെ മുമ്പിൽ വന്ന് ഒരു വാപ്പയെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. ഒരു മോന് വന്ന് പറഞ്ഞുവല്ലോ, നബിയെ എന്റെ വാപ്പ എന്റെ സമ്മതമില്ലാതെ എന്റെ പൈസ മുഴുവനും അടിച്ചു മാറ്റുന്നുണ്ട് നബിയെ, എന്റെ പൈസ മുഴുവൻ വാപ്പെടുക്കുന്നുണ്ട്. പരാതി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ഒന്ന് പറയാ, എന്റെ പൈസ മുഴുവൻ വാപ്പെടുക്കുന്നുണ്ട്, ചോദിക്കാതെ എടുക്കുന്നുണ്ട്. നബി തങ്ങൾ വാപ്പയെയും മോനും വിളിച്ചു, ഓരോരുത്തരെ വിളിച്ചു. ആദ്യം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പയോട് അങ്ങോട്ട് നിൽക്കിന്ന് പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. എന്റെ സ്വത്ത് നീ പറയണ്ട, നീയും നിന്റെ സമ്പത്തും ആർക്കുള്ളതാ? നിന്റെ വാപ്പാക്കുള്ളതാണ്. വാപ്പയെ നീ എന്ത് ചെയ്യണ്ട, കുറ്റം പറയണ്ട, വെക്കോ എന്ന് പറഞ്ഞു. വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പാ മോന്റെ സ്വത്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ, നിങ്ങളുടെ ആവശ്യവും അത്യാവശ്യവും നോക്കി മാത്രമേ മക്കളുടെ സ്വത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മക്കളുടേതാണെന്ന് പറഞ്ഞ് യഥേഷ്ടം ചെലവഴിക്കുന്നത് ശരിയല്ല വാപ്പ, നിങ്ങളുടെ ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വാപ്പയോട്. എന്തൊരു നല്ല ഉപദേശം. വാപ്പയും മകനും തമ്മിലുള്ള വിഷയം തീർന്നില്ലേ? ഇത്രേ ഉള്ളൂ. വളരെ മനോഹരമാണ്. صلوا على النبي محمد وآله اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.